ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തിൻ്റെയും ഹരിയുടെയും ചതിയുടെ ഒരു ഭാഗമായിട്ട് അലീന ഹോസ്പിറ്റലാവാണ്. അപ്പോൾ ബാലേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വന്നിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയേണ്ടത് കേട്ടോടുകൂടി മുത്തശ്ശി ആകെ ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ വയ്യാണ്ടാവാണ് കേട്ടോ. ആ പാവം കൊച്ചിനോട് ഇതാരാ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട്, ശർമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് സീരിയസ് ആണ്, ഞങ്ങൾ പറ്റുന്നതിൻ്റെ പരമാവധി നോക്കാം. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് അറിയണം, പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രനൊന്നും അത് അറിയില്ല. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് വെക്കേണ്ടതിലേക്ക് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് നോക്കാം. ബാലേന്ദ്രൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും. ശരി, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഉടനെ തന്നെ വായിച്ചേനെ വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട്. മുത്തശ്ശി ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ പിന്നെ വായിച്ചയ്ക്ക് വീട്ടിലേക്ക് വന്നേ പറ്റൂ. അങ്ങനെ വീണ്ടും ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ മനുവിനെ വിളിക്കുകയാണ് കേട്ടോ. മനുവിനെ വിളിച്ചിട്ട് മനു ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിളെ വിളിച്ചത്? ഇപ്പം ഞാൻ അവിടെ നിന്ന് പോകുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മനു നമ്മുടെ അലീനനെ ആരും കുത്തി മോനെ എന്ന് പറയട്ടെ. അപ്പോൾ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ. മനു അത് കേട്ട വഴിക്ക് ആകെ ഞെട്ടിത്തരിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്കിൾ എന്തീ പറയുന്നത്? കുത്തീനോ? എന്തീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊന്നും അറിയില്ല. ഡോക്ടർ ശർമ്മയാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഹാളിൽ നിറയെ ബ്ലഡും അതിനൊരു ഷോളൊക്കെ കിടക്കുന്നുണ്ട്. ആരും വന്നു പോയ അടയാളങ്ങളും അങ്ങനെ ഒന്നും കാണുന്നില്ല. പക്ഷേ കുത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ കുറച്ച് സീരിയസ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ് അറിയുമെന്നൊക്കെ ചോദിച്ചു. മനു നിനക്ക് എങ്ങനെ അറിയാം ബ്ലഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല അങ്ങളെ, അറിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? ബ്ലഡ് ഗ്രൂപ്പ് അറിയണം, ബ്ലഡ് വേണം, ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ദേവമാത ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ശർമ്മ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. മോൻ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വായുമെന്ന് പറയാട്ടോ. ശരി അങ്കിൾ, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ. അങ്ങനെ നമ്മളെ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ ശർമ്മനെ കാണാൻ വന്നിട്ട് വേഗം തന്നെ ശർമ്മനോട് ചോദിക്കുകയാണ്, ഡോക്ടറെ എങ്ങനെയുണ്ട്? അലീനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ 10 സെൻറ്റിമീറ്ററോളം ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്, കത്രികയാണ് കുത്തിക്കയറിയിട്ടുള്ളതെന്ന് പറയും കേട്ടോ. കത്രികയൊന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, കത്രികയാണ് വയറ്റിൽ കുത്തിക്കയറിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ. മലേന്ദ്രൻ പറയും ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വേണം, കുറച്ചധികം ബ്ലഡൊക്കെ പോയിട്ടുണ്ട്. പലീനയുടെ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളെ വേണമെന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് പറയുമ്പോൾ ഇവിടെ അത് കിട്ടാനില്ല ബ്ലഡ്. പരിചയമുള്ളിടത്തേക്കൊക്കെ വിളിച്ച് ചോദിച്ചു, പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാനില്ല. നിങ്ങളത് എത്രയും പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യണമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും മനു വരികയാണ് കേട്ടോ. അപ്പം മനുവിനോട് പറയും ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്കിളെ, ബ്ലഡ് കിട്ടാനില്ലെങ്കിൽ എന്ന് പറയാം കേട്ടോ. പെട്ടെന്നാണ് ബാലേന്ദ്രൻ ഓർമ്മ വരുന്നത് വൈദ്യരെ ബ്ലഡ് ഗ്രൂപ്പ് അലീനയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പാണ്. ഇതേ സമയം വൈദ്യയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ഈ ഒരു വിവരം അറിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ വൈദ്യ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഹാളിൽ ഇങ്ങനെ ബ്ലഡ് തളം കെട്ടി നിൽക്കുന്നത് കണ്ടിട്ട് വൈദ്യ അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും വന്നു പോയതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവിടെ പ്രത്യേകിച്ച് ഇതൊന്നും കിട്ടുന്നില്ല, നിറച്ച് ബ്ലഡ് കെടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത് മോളെ ആ കൊച്ചിന്? ആരാണ് മോളെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വായിച്ച ഇങ്ങനെ ഒരു നിസ്സാരമട്ടിലാണ് കേട്ടോ പറയുന്നത്. പുറത്ത് നിന്ന് ആരോ വന്ന് അവൾക്കിട്ടൊരു കുത്തു കൊടുത്ത് പോയിട്ടുണ്ട്. കുത്തിത്തിരി ആഴത്തിലാണെന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, അവളെ ഹോസ്പിറ്റലാണ്, ICUലാണ് എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേട്ടിട്ട് അയ്യോ, എന്നാൽ ആ കൊച്ചിനോട് ആരാണ് ഈ ദ്രോഹം ചെയ്തത്? മഹാഭാപികൾ, ഒരാളെ പോലും ദ്രോഹിക്കാത്തൊരു കൊച്ചാണതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഹരിയും രോഹിത്തും തമ്മിൽ സംസാരം നടക്കാണ് കേട്ടോ. അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൾക്ക് ബോധം വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കുടുങ്ങും. അതെങ്ങനെ ചോദിക്കാൻ കേട്ടോ. അവൾ ചത്തില്ലെങ്കിൽ അവൾ നമ്മുടെ പേര് പറയൂലേ രോഹിത്തെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് ശരിയാണല്ലേ, എന്തായാലും ഹോസ്പിറ്റലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്തായാലും വൈജി ഈ സംഭവം കമലേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കമലയായിരിക്കും അത് ഹരിനോട് പറഞ്ഞിട്ടുണ്ടാവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം. അപ്പോഴാണ് ഹരിക്ക് മനസ്സിലാവുന്നത് അലീന ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും. ആ രക്ഷപ്പെടലിൽ തങ്ങൾ കുടുങ്ങും എന്നും ഹരിക്ക് മനസ്സിലാവാം കേട്ടോ. ആ കാര്യമൊക്കെ രോഹിത്തിന് അപ്പാപ്പ വിളിച്ച് അറിയിക്കുകയാണ് കേട്ടോ. രോഹിത്താണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നത് മാത്രമല്ല, തെളിവായിട്ട് നിൻ്റെ മുഖത്ത് അലീനരെ
കൈ കൊണ്ട് മാതിയിട്ടുള്ള ആ ഒരു അടയാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെതിരെ തെളിവിന് പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴാണ് രോഹിതിന് ഓർമ്മ വരുന്നത് തൻ്റെ മുഖത്ത് അങ്ങനെ ഒരു അലീന മാന്തി അടയാളമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കുടുങ്ങും, നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ രണ്ടുപേരും കൂടെ അങ്ങനെ ആലോചിക്കുകയാണേ. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് രണ്ടുപേരും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ മനു അതുപോലെ തന്നെ ബാലേന്ദ്രൻ കൂടെ ആലോചിക്കാനിട്ട് എന്ത് ചെയ്യും. വൈജയന്തി ഒന്ന് വിളിച്ചാലോ, വൈജയന്തി ഇതിന് സമ്മതിക്കുമോ? അലീനയ്ക്ക് ആയതുകൊണ്ട് സമ്മതിക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും അങ്കിളൊന്ന് വിളിച്ച് നോക്ക്, സമ്മതിക്കാതെ എങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് സംഭവിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണേ മനു. അപ്പോൾ വൈജയന്തിക്ക് വിളിക്കാൻ കേട്ടോ ബാലേന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട് അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പും ഉള്ള ബ്ലഡ് വേണം. അപ്പോൾ ആ ഹോസ്പിറ്റലില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ചു, പക്ഷെ കിട്ടാനില്ല. പുറത്തും ഒരുപാട് ആൾക്കാരായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടാനില്ല. വൈജി നീ ഇങ്ങോട്ട് വായോ വൈജി, അലീനയ്ക്ക് ബ്ലഡ് കൊടുക്കണം. ബാലേന്ദ്രൻ എന്തീ പറയുന്നത്? ഞാനോ ഈ വീട്ടിലെ സർവൻറ്റിന് ബ്ലഡ് കൊടുക്കാനോ? ബാലേന്ദ്രൻ നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയും. വൈജി പ്ലീസ്, വൈജി ഉറപ്പായിട്ടും ഇങ്ങോട്ട് വായോ, വേഗം തന്നെ വായോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നിവർത്തിയില്ലാതെ വൈജയന്തി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണേ. അവിടെ ചെന്നിട്ടും വൈജയന്തി അലീനയ്ക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മനുവും പറയുന്നുണ്ട്, ആൻറ്റി ഈ നേരത്തല്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു നമ്മൾ എല്ലാവരും മനുഷ്യരില്ല, എല്ലാവർക്കും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കും. മാത്രമല്ല ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുള്ള അപകടമാണ്. കേസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും പെടുക. മാത്രമല്ല അലീന എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ആൻറ്റി ഈ ഒരു കാര്യത്തിൽ കാല് പിടിച്ച് പറയാം എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാനാണ് അലീനയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനതിന് മറുപടി പറയേണ്ടി വരും. ആൻറ്റി ദയവ് ചെയ്ത് ആൻറ്റി ബ്ലഡ് കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ. ബാലേന്ദ്രനും മാനും അതുപോലെ തന്നെ ശർമ്മ സാറൊക്കെ വന്നിട്ട് ഇങ്ങനെ മാറി മാറി പറയുന്നുണ്ട് കേട്ടോ. അവസാനം വേറെ നിവൃത്തിയില്ലാന്ന് മനസ്സിലാവാണേ. അങ്ങനെ അലീനയ്ക്ക് വൈജയന്തി ബ്ലഡ് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ബ്ലഡ് കൊടുത്തതിന് ശേഷം പിന്നീട് ഇത് കേസാവുന്നുണ്ടല്ലോ. അപ്പോൾ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പോലീസ് വരും. അലീനയ്ക്ക് ചെറുതായിട്ട് ബോധം തെളിഞ്ഞ സമയത്ത് പോലീസ് വന്ന് അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം സംഭവിച്ചത് അലീന ഒരിക്കലും പറയുന്നില്ല കേട്ടോ. അലീന പറയുന്നത് താൻ ഇങ്ങനെ കാല് വഴുതി വീണപ്പോൾ കത്രിക കുത്തി കയറിയാണ്. തൻ്റെ കയ്യിൽ കത്രിക ഉണ്ടായിരുന്നു, അവിടെ വെച്ച് അങ്ങനെ വയറ്റിൽ കത്രിക കുത്തി കയറിയാണ്. പക്ഷെ മനുവിനും ബാലേന്ദ്രനും ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നാണ് കേട്ടോ. അലീന പറഞ്ഞത് സത്യമല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവാണ് കേട്ടോ. എന്തായാലും ആരെങ്കിലും ഒരാളോടെങ്കിലും അലീന സത്യം തുറന്നു പറയാതിരിക്കില്ല. കാരണം ഇത്രയും വലിയ സംഭവം ഉണ്ടായതല്ലേ. പക്ഷെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിലാവും. ഹരിയുടെയും രോഹിത്തിൻ്റെയും ഭാവി നഷ്ടപ്പെടും. തൻ്റെ അനിയനാണ് രോഹിത്ത്. അപ്പോൾ രോഹിത്തിൻ്റെ ഭാവി ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അലീന അങ്ങനെ നോണ പറയും. ഇതേ സമയം രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോൺ വെള്ളത്തിലിട്ട് കളഞ്ഞെന്നുള്ള കാര്യം പാവം രേവതിക്കുട്ടി അറിയുന്നില്ല. ഗ്രേസമ്മനോട് പറയുന്നുണ്ട് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല, ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് പറഞ്ഞത്.